ഹായ് ഫ്രണ്ട്സ്, ശ്രീ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കോഴി വളർത്തലിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യമായി കോഴി വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. ആദ്യമായി കോഴി വളർത്തുമ്പോൾ കോഴിയാണെങ്കിൽ 25, കാടയാണെങ്കിൽ ഒരു 100, അത്രയും മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് ഇതിൻ്റെ ലാഭനഷ്ടങ്ങളും നിങ്ങളുടെ താല്പര്യവും എല്ലാം നോക്കി കൂടുതലായി ചെയ്യുക. നിങ്ങളുടെ താല്പര്യം എന്ന് എടുത്തു പറഞ്ഞത് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ കോഴി വളർത്തി തുടങ്ങുക തന്നെ ചെയ്യണം. ഓരോ ദിവസവും കോഴിക്കൂട്ട് കയറി കൂട് വൃത്തിയാക്കി കോഴിക്ക് തീറ്റയും വെള്ളവും കൊടുത്ത് ഇന്നത്തെ കാര്യം മുട്ടയും എടുത്ത് ഇന്നത്തെ കാര്യം എങ്ങനെയല്ലോ കഴിഞ്ഞല്ലോ, ഇനി നാളെ ഇത് തന്നെ ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ വിപണി ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ അടുത്തുള്ള കടകളിലും അടുത്തുള്ള വീടുകളിലെല്ലാം ചോദിക്കുക മുട്ട വേണമെന്ന്. അവർക്ക് മുട്ട വേണമെങ്കിൽ കൊടുക്കുക, ഫോൺ നമ്പറും കൊടുക്കുക. ആവശ്യക്കാർ മുട്ട തീർന്നു കഴിഞ്ഞാൽ പിന്നെയും വിളിക്കും. പിന്നെ അടുത്തുള്ള കടകളിലൊന്നും വീടുകളിലൊന്നും ചോദിക്കുന്നതിന് ഒരു നാണക്കേടും തോന്നേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ള വേറൊരു വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ വിൽപ്പനക്ക് കൊണ്ടുപോകുന്നത്. ഇത് 100 മുട്ടയായാലും 50 മുട്ടയായാലും ഇനി 10 മുട്ടയായാലും അതിൻ്റെ മുതലാളി നിങ്ങൾ തന്നെയാണ്. വേറെ അതിന് നാണക്കേട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കൂട് നിർമ്മാണം വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്താൽ മതി. കൊറോണയുടെ ടൈമിനെല്ലാം ആൾക്കാർ 5 ലക്ഷം 10 ലക്ഷം എല്ലാം ലോൺ എടുത്ത് വലിയ ഷെഡാക്കി ഒരുപാട് കൂടെല്ലാം ഉണ്ടാക്കി വെച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഒരുപാട് കോഴികളെയെല്ലാം ഇട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നവരുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് കൂട് വലിയ പൈസ ചിലവിലൊന്നും ചെയ്യരുതെന്ന്. ടെറസ് സൗകര്യം ഉണ്ടെങ്കിൽ ടെറസിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിട്ട് സൈഡ് ഭാഗം നെറ്റ് അടിച്ചിട്ട് അങ്ങനെ കോഴീനെ ഇടുന്നതായിരിക്കും. ഉള്ളിൽ അറക്കപ്പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ കോഴീനെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണെങ്കിൽ ഒരു നഷ്ടവും വരില്ല. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോഴീനെ വെക്കുമ്പോൾ കോഴീൻ്റെ പൈസ കിട്ടും. പിന്നെ ഷീറ്റ് വാർപ്പിന് സുരക്ഷിതമാണ്. അതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല. അല്ലെങ്കിൽ ചെറിയ ഷെഡ് അങ്ങനത്തെ ഒഴിഞ്ഞ് കിടക്കുന്ന ഷെഡ് ഉണ്ടെങ്കിൽ ഷെഡിൽ ഇടാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, വരുമാനത്തിന് വിദ്യാഭ്യാസം വേണമെന്നില്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് സമയം കളയാതെ കോഴി വളർത്തലോ കാട വളർത്തലോ ആട് വളർത്തലോ മുയൽ വളർത്തലോ ഒന്നുമല്ലെങ്കിൽ പച്ചക്കറി കൃഷിയോ എന്തെങ്കിലും ആയിട്ട് ചെയ്യുക. എനിക്ക് സ്വന്തമായിട്ട് വരുമാനം വേണം, സ്വന്തമായിട്ടൊരു ജോലി വേണം, അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുക്കുക. അതോടൊപ്പം അതിനുള്ള മനസ്സും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ഒരു ലൈക്കും ഷെയറും. ശ്രീ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.